ഒരിക്കൽ തൻ്റെ കൊട്ടാരവാസികളുടെ ബുദ്ധി പരിശോധിക്കുന്നതിന് മഹാനായ അക്ബർ ചക്രവർത്തി ഉദ്ദേശിച്ചു. അതിന് മഹാനവറുകൾ ഒരു ചോക്കെടുക്കുകയും നിലത്ത് ഒരു വര വരയ്ക്കുകയും ചെയ്തു. എന്നിട്ട് കൊട്ടാരത്തിലുള്ള ആൾക്കാരോട് അദ്ദേഹം പറഞ്ഞു, ഈ വരയിൽ സ്പർശിക്കാതെ തൊടാതെ ഇതിനെ ചെറുതാക്കാൻ ആർക്കാണ് സാധ്യമാവുക? അവർക്ക് ഞാൻ വലിയ സമ്മാനം നൽകാമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. കൊട്ടാരത്തിലുള്ള ഓരോരുത്തരും അമ്പരന്ന് നിന്നു. പലരും തോൽവി സമ്മതിച്ച് പിന്നോട്ട് മാറി. അടുത്ത ഊഴം മീർബലിൻ്റെതായി. അദ്ദേഹം ചക്രവർത്തിയുടെ കയ്യിൽ നിന്നും ചോക്ക് വാങ്ങുകയും ആ വരയുടെ തൊട്ടടുത്തതായിട്ട് മറ്റൊരു വലിയ വര വരയ്ക്കുകയും ചെയ്തു. എന്നിട്ട് ചക്രവർത്തിയോട് പറഞ്ഞു, നിങ്ങൾ വരച്ച വര ഇപ്പോൾ ചെറുതായിരിക്കുന്നു. ഈ മീർബലിന്റെ ബുദ്ധിശക്തി, അതിൻ്റെ ചിന്താശേഷി അക്ബർ ചക്രവർത്തി വളരെയധികം പ്രശംസിക്കുകയും വലിയ പാരിതോഷികം നൽകുകയും ചെയ്തു. ജീവിതത്തിൽ നമുക്ക് വലിയ ആശയങ്ങൾ എപ്പോഴും ഉണ്ടാകണം. അതിനെക്കുറിച്ച് എപ്പോഴും ചിന്തിക്കുകയും സ്വപ്നം കാണുകയും അത് നമ്മുടെ സർവ്വകോശങ്ങളിലേക്കും കടക്കുമ്പോൾ നമ്മുടെ ജീവിതമായി മാറുകയാണ് ചെയ്യുന്നത്. നമുക്ക് പലപ്പോഴും പല കാര്യങ്ങളും ചെയ്യാതിരിക്കുന്നതിനും പകുതി വഴിയിൽ ഉപേക്ഷിക്കുന്നതിനും പല ന്യായങ്ങളും പല കാരണങ്ങളും ഉണ്ടാകും. എന്നാൽ കാരണങ്ങൾക്കപ്പുറം നമ്മുടെ ജീവിതത്തിലെ കാര്യങ്ങൾ നേടിയെടുക്കുന്നവനാണ് നല്ല കർമ്മശേഷിയുള്ളവൻ. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന വലിയൊരു അനുഗ്രഹമാണ് ഈ ചിന്താശേഷി എന്നത്. അത് ജീവിതത്തിൽ നാം ഉപയോഗിക്കുക തന്നെ വേണം. ജീവിതത്തിൽ ചിന്താശേഷി ഉപയോഗിക്കാത്തവൻ ലക്ഷ്യമില്ലാതെ വെടിയുതിർക്കുന്നവനെ പോലെയാണ്. നല്ല ബുദ്ധിശക്തിയും മാനസിക സാന്നിധ്യവും നല്ല കരളുറപ്പും ശ്രേഷ്ഠമായ നല്ല ചിന്താഗതികളുമുണ്ട് എങ്കിൽ ജീവിതത്തിലെ എന്തു വലിയ പ്രതിസന്ധികളായിരുന്നാലും തരണം ചെയ്യുവാൻ വളരെ ഈസിയായിട്ട് നമുക്ക് സാധിക്കും.